ഒഴുക്കിൽപ്പെട്ട 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ നേതൃത്വം നൽകിയ ഒരു +2 വിദ്യാർത്ഥിയുണ്ട് കോട്ടയത്ത്. ഏറ്റുമാനൂർ നീറിക്കാട് സ്വദേശി ആരുഷ് എസ് നായർ എന്ന 17 വയസ്സുകാരൻ. കഴിഞ്ഞ ആഴ്ച മീനച്ചിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രിക്കുമാണ് ആരുഷ് രക്ഷകനായത്. ഓഗസ്റ്റ് 2 ഞായറാഴ്ചയായിരുന്നു സംഭവം. രാവിലെ ആരുഷ് തൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് മീനച്ചിലാറ്റിൽ 2 പേർ ഒഴുക്കിൽപ്പെട്ടു എന്നറിയിച്ച് ആരുഷിൻ്റെ അമ്മ പ്രീതകുമാരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. പ്രദേശവാസിയും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനുമായ രാജേഷും അദ്ദേഹത്തിൻ്റെ സഹോദരിപുത്രിയുമാണ് അവരുടെ തറവാട്ട് വീട്ടിലേക്ക് വള്ളത്തിൽ പോകുമ്പോൾ ഒഴുക്കിൽപ്പെട്ടത്. ഈ ഭാഗത്തെ തണലോരം വിശ്രമ കേന്ദ്രത്തിൽ ബോട്ട് ഓടിക്കാറുള്ള ആരുഷ് ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് ഓടി. ആറ്റുതീരത്തുണ്ടായിരുന്ന ചെറുവള്ളത്തിൽ തൻ്റെ ബോട്ടിന് അടുത്തെത്തിയപ്പോഴേക്കും ആരുഷിൻ്റെ അച്ഛൻ ലിനീഷും മറ്റ് 2-3 പേരും കൂടി എത്തിയിരുന്നു. നമ്മൾ 5 പേരാണ് ഈ ബോട്ടിൽ പോയത്, ഞാൻ ഉൾപ്പെടെ 5 പേര്. അപ്പത്തേനും അവിടെ ആയിട്ട് പോലെ എത്തിയപ്പോഴത്തേനും നല്ല ഒഴുക്കുണ്ടായിരുന്നു. ആദ്യം അച്ഛനും പിന്നെ അപ്പുറത്ത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലും കൂടെ 2 പേരും കൂടെ ചാടി. ആദ്യം ചേച്ചിയെ ലൈഫ് സ്റ്റാക്ക് ചിരിപ്പിച്ചതിന് ശേഷം ചേച്ചിയെ കൂടെ വള്ളത്തെ കയറ്റിയിട്ട് പുറകെ അച്ഛനെ കയറ്റുമായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഇതുവഴി തന്നെ ഇവിടെ കൊണ്ട് നടക്കുമായിരുന്നു അവർ ചെയ്തത്. ഈ ബോട്ട് നല്ല സ്പീഡിൽ കൊടുത്തിട്ട് തന്നെ ഭയങ്കര കയറിപ്പോകാനൊക്കെ പാടായിരുന്നു. ശക്തമായ മഴവെള്ളപ്പാച്ചിലിലും ആരുഷ് ധൈര്യത്തോടെ ബോട്ട് നിയന്ത്രിച്ചു നിർത്തി. ഒപ്പമുണ്ടായിരുന്നവർ വെള്ളത്തിൽ വീണ 2 പേരെയും സാഹസികമായി രക്ഷപ്പെടുത്തി. അപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി വന്നിട്ട് ഇത്രയും വെള്ളത്തിൽ നിൽക്കും, എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല. പിന്നെ ബോട്ടിൻ്റെ കയറിട്ട് തരുന്നു, കയറെ പിടിക്കുന്നു, ബോട്ട് അടുപ്പിക്കാൻ നോക്കുന്നു. ഭയങ്കര ഒഴുക്ക്. ആ ഒഴുക്കത്ത് ഇവരെ പിടിച്ച് കയറ്റാനുള്ള വെപ്പവെള്ളത്തിൽ 2 പേര് ഇദ്ദേഹത്തിൻ്റെ തോള നിൽക്കുക. ഇവരെ 2 പേര് ഓൾറെഡി ബോട്ടെ കയറ്റാൻ പറ്റും. 2 പേരുടെ ജീവൻ രക്ഷിക്കാനായി മകനെ പറഞ്ഞയക്കുമ്പോൾ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുകയാണെന്ന് പ്രീതാകുമാരിയും ഓർത്തിരുന്നില്ല. ആ ഒഴുക്കത്ത് ബോട്ട് ഓടിച്ചു പോകാന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി റിസ്ക്കുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചെന്നിട്ടാണ് അവിടെ ചെന്നിട്ട് പിന്നെ ബോട്ട് നിർത്തിയാണ് ഇവരെ. അപ്പോൾ നമുക്ക് സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ, ഇവരെ കാണാൻ പറ്റത്തില്ല. ഇവിടെ ഇരുന്നാൽ പോലും കാണത്തില്ല, ആ സൈഡിലായോണ്ടേ ഒച്ച മാത്രമേ നമുക്ക് കേൾക്കുന്നുള്ളൂ. പെങ്കൊച്ചിൻ്റെ നിലവിളി കേട്ടെന്ന. രക്ഷാപ്രവർത്തനത്തിന് ആരുഷ് മുൻപേ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ടാണ് മറ്റുള്ളവർ ഒപ്പം കൂടിയത്. ഇവർ എത്താൻ അല്പം വൈകിയിരുന്നെങ്കിൽ 2 വിലപ്പെട്ട ജീവനുകൾ നഷ്ടമാകുമായിരുന്നു. മാത്രമല്ല ആറ്റിലെ കുത്തൊഴുക്കിലും ധൈര്യം വിടാതെ ആരുഷ് ബോട്ട് നിയന്ത്രിച്ച് നിർത്തിയതുകൊണ്ട് മാത്രമാണ് 2 ജീവനുകളും രക്ഷിക്കാനായത്. കോട്ടയം കുമാരനെല്ലൂർ ദേവിവിലാസം സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ ആരുഷിന് ഇപ്പോൾ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും എല്ലാം അഭിനന്ദന പ്രവാഹമാണ്. അമൃത ന്യൂസ്, കോട്ടയം.